ഹലോ ഹലോ പരിപാടി കഴിഞ്ഞില്ല. കഴിഞ്ഞില്ലേ? എപ്പോഴാ കഴിയാ? സമയം സമയം എന്ന് പറഞ്ഞാല് വേഗം റെഡിയാവോ? നമുക്ക് കുറച്ച് സിംഗിളൊക്കെ എടുത്ത് കപ്പിളൊക്കെ എടുക്കണ്ടേ? നാലിലൊന്ന് പൊട്ടിയിട്ടെ എന്റെ സൗന്ദര്യത്തിന് നിൽക്കണ്ടേ? അന്നും തന്നെ കുഴപ്പമില്ല. സൂപ്പർ അടിപൊളിയാ. കഴിഞ്ഞില്ലേ? അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ. ഇതുവരെ മാരേജ് അനുഭവിച്ചറിയാത്തതുകൊണ്ട് സൂപ്പർ ആയിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നോ? നല്ല നല്ല ക്വാളിറ്റി പറയും. അമ്മോ വി ലവ് യു. നല്ലാണോ പറഞ്ഞത്? നമ്മളെ ലെവലിലേക്ക് ഇന്നുവരെ നമ്മുടെ ഉണ്ണിക്കുട്ടനായിരുന്നു. നാളെ മുതൽ ദൃശ്യക്കുട്ടിയുടെ അമ്മുക്കുട്ടിയുടെ ഉണ്ണിക്കുട്ടനാവും. ദൃശ്യനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സുന്ദരി കുട്ടിയാണ്. ആൾ ഭയങ്കര ചില്ലാണ്, നല്ല ഫണ്ണിയാണ്. പിന്നെ കുറച്ച് നേരം ആളോട് സംസാരിച്ചാൽ നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. നമ്മൾ നല്ലൊരു ഫ്രണ്ടായി തന്നെ തുടങ്ങി. പിന്നെ ചാറ്റ് ചെയ്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തുടങ്ങിയപ്പം ഞാൻ ഏത് രീതിയിലാണോ ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഒരു മനസ്സിലുള്ള കൺസെപ്റ്റ് എന്തൊക്കെയാണ് അത് ദൃശ്യം ഇങ്ങനെ കയറി വന്നു. ഞാനൊരു പ്ലാൻ ചെയ്യാൻ തുടങ്ങി പല പല കാര്യങ്ങളും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തോ സംഭവങ്ങളൊന്നും അധികം ഉണ്ടായിട്ടൊന്നുമില്ല. തന്നെ നോർമലി റിലേഷൻഷിപ്പിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അവൾ പറയും, ഞാനത് പറയും, ഞാൻ പറയും, അവളത് പറയും. കാരണം അത് നോർമലി അങ്ങ് നടന്നൊരു സംഭവം. അവരുടെ ഇപ്പം ഉണ്ണീനെയും അമ്മൂനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. പിന്നെ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിലും എന്താ ലൈക്ക് ടോം ആൻഡ് ജെറി അങ്ങനെ ഒരു റിലേഷൻ വെക്കാം. അതായത് രണ്ടുപേരും എന്താ സൗന്ദര്യപ്പിണക്കുകൾ ഉണ്ടെങ്കിലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ പറ്റില്ല. ആക്ച്വലി ഭയങ്കരമായിട്ട് ദൃശ്യം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഇതുവരെ ഞാൻ കണ്ടൊരു ലുക്കായിരിക്കുമല്ലോ ദൃശ്യം. ഫുള്ള് മേക്ക് ഓവറൊക്കെ ചെയ്ത് സെറ്റപ്പായി നിൽക്കുകയായിരിക്കും. എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ മുൻപോട്ട് എന്ന് വന്ന് കാറിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കിയേക്കരുത്. അമ്മ ചെറുപ്പം മുതലേ ഒരു ആക്റ്റീവായിട്ട് എപ്പോഴും എല്ലാവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. അമ്മുക്കുട്ടി ദൃശ്യ എന്നല്ല, അമ്മുക്കുട്ടി എന്നാണ്. ഉണ്ണിക്കുട്ടൻ്റെ അമ്മുക്കുട്ടി, അതാണ് ദൃശ്യക്കുട്ടി. നമുക്ക് ഇല്ല, ഞാൻ പറഞ്ഞു ഫുൾ ഫോക്കസ് പറഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് പ്രിപ്പയർഡ് ആയ സമയം മുതൽ ഞാൻ എന്നെപ്പറ്റി ആയിരുന്നില്ലേ, ഞാൻ എങ്ങനെ ആവേണ്ട ഒരു സംഭവമല്ല. എനിക്ക് ഫുൾ ദൃശ്യമായിരുന്നു. ഞാൻ ദൃശ്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. എങ്ങനെയാണ് ദൃശ്യമായിട്ട് സംഭവം, ഏത് രീതിയിലായിരിക്കും. അപ്പൊ ഉണ്ണിക്കുട്ടനും ഞങ്ങൾ അമ്മൂനും ഹാപ്പി മാരീഡ് ലൈഫ്. പറവകളോട് പറവകൾ പോലെ
ഫൺ. കാരണം അവൻ്റെ ലോങ് വെയിറ്റഡ് ലവ് സ്റ്റോറി കംസ് ടു അനദർ ബിഗിനിങ്.